ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്കോണമിയിൽ ഒന്നാമത്തെ ചാപ്റ്ററിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അത് ഒന്നുകൂടി ഞാനൊന്ന് പറയാം. ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എപ്രകാരമായിരുന്നു എന്നുള്ളതാണ്. 1947 ഓഗസ്റ്റ് 15 വരെ ബ്രിട്ടീഷുകാർ ഭരിച്ചു. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കേട്ടിട്ടുണ്ടല്ലോ എന്നത്. അപ്പൊ 1857 മുതൽ 1947 വരെയാണ് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന്റെ കീഴിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്. അപ്പൊ ആ ഒരു കാലയളവിലുണ്ടായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പരിചയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അവർക്ക് രണ്ട് കാര്യങ്ങൾക്കാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ പറഞ്ഞത് ട്വിൻ ഒബ്ജക്റ്റീവ്സുകൾ എന്നാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു കളക്ട് റാ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുക. ടു കളക്ട് റാ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുക. ഒന്നാമത്തെ ഒബ്ജക്റ്റീവിന്റെ പേര് അതാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇൻടു ദി മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. ഇന്ത്യ ഇൻടു ദി മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. ബ്രിട്ടന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള മേഖലകളായിട്ട് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള മാർക്കറ്റായിട്ട് അല്ലെങ്കിൽ കമ്പോളമായിട്ട് ആരെ കാണുക? ഇന്ത്യയെ കാണുക. കിട്ടിയോ? ഒന്നാമത്തെ എന്തിനാണ്? ടു കളക്ട് റാ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ടുപോവുക. രണ്ടാമത് എന്താ നമ്മൾ പറഞ്ഞേ? ഇന്ത്യ ഇൻടു ദി മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. ബ്രിട്ടന്റെ നിർമ്മിത വസ്തുക്കൾ വിൽക്കുവാനുള്ള വിപണിയാക്കി ഇന്ത്യയെ മാറ്റുക. ഇവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കളൊക്കെ കളക്ട് ചെയ്ത് ബ്രിട്ടനിൽ കൊണ്ടുപോയി ഉൽപ്പന്നങ്ങളാക്കി തിരിച്ചെവിടെ കൊണ്ടുവന്ന് തന്നെ വിൽക്കും? ഇന്ത്യയിൽ കൊണ്ടുവന്ന് തന്നെ വലിയ വിലയ്ക്ക് വിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ബ്രിട്ടൻ ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ സാധനങ്ങൾ വിൽക്കുവാൻ ഉള്ള ഒരു ഇടമായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പോളമായിട്ട് മാത്രമാണ് ആര് കണ്ടത്? ബ്രിട്ടൻ ഇന്ത്യയെ കണ്ടത്. അപ്പൊ ഇതാണ് രണ്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വാട്ട് ആർ ദ ട്വിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷേഴ്സ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ പീരീഡ് അല്ലെങ്കിൽ കോളനി കാലഘട്ടത്തില് ബ്രിട്ടീഷുകാരുടെ രണ്ട് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ നേട്ടം എന്തിനാണ്? ടു കളക്ട് റോ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യുക? ശേഖരണം നടത്തുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ശേഖരിക്കുക. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്തിനാണ് പറഞ്ഞത്? ഇന്ത്യ ഇൻടു ദി മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. ബ്രിട്ടന്റെ നിർമ്മിത വസ്തുക്കൾ വിൽക്കുവാനുള്ള മാർക്കറ്റായിട്ട് ആരെ കാണുക? ഇന്ത്യയെ കാണുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സുകളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇന്ന് നമ്മൾ അതിനെ തുടർന്നുള്ള ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ദ ബ്രിട്ടീഷേഴ്സ് നെവർ കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ നാഷണൽ ഇൻകമോ പെർ ക്യാപിറ്റ ഇൻകമോ കണക്കാക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ അടുത്ത പോയിന്റ് എന്തിനാണ്? ദ ബ്രിട്ടീഷേഴ്സ് നെവർ കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം. മലയാളത്തിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ദേശീയ വരുമാനം എന്ന് പറയും. അപ്പൊ ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനം. അപ്പൊ നാഷണൽ ഇൻകമോ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഓരോ വ്യക്തിയുടെയും വരുമാനം. ഓരോ വ്യക്തിയുടെയും വരുമാനം. ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും ഉണ്ടാക്കുന്ന വരുമാനത്തെ മൊത്തത്തിലെടുത്താണ് ഒരു രാജ്യത്തിന്റെ വളർച്ച പറയുന്നത്. അപ്പൊ രാജ്യത്തിന്റെ വളർച്ച പറയാൻ ആവശ്യമായിട്ടുള്ള ദേശീയ വരുമാനമോ പ്രതിശീർഷ വരുമാനമോ പെർ ക്യാപിറ്റ ഇൻകത്തെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രകാരം പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം. അപ്പൊ ഇന്ത്യയുടെ നാഷണൽ ഇൻകമോ പെർ ക്യാപിറ്റ ഇൻകമോ ആര് കണക്കാക്കിയിരുന്നില്ല? ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നില്ല. അപ്പൊ ആ പോയിന്റ് എന്താണ്? ദ ബ്രിട്ടീഷ് നെവർ കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ഇതിനാണ് ദ ബ്രിട്ടീഷ് നെവർ കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ഇന്ത്യയുടെ ദേശീയ വരുമാനമോ പ്രതിശീർഷ വരുമാനമോ ആര് കണക്കാക്കിയിരുന്നില്ല? ബ്രിട്ടീഷുകാര് കണക്കാക്കിയിരുന്നില്ല. അപ്പൊ അതിനെ
അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ കണക്കാക്കിയ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആരെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ദാദാഭായ് നവറോജി, രണ്ട് വില്യം ഡിഗ്ബൈ, ഷിറാസ്, VKRV റാവു, RC ദേശായി തുടങ്ങിയ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രകാരന്മാരാണ് പിന്നെ എന്ത് ചെയ്തത്, ഈ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും ഒക്കെ കണക്കാക്കിയത്. പക്ഷെ ആര് കണക്കാക്കിയിരുന്നില്ല? ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നില്ല. അപ്പൊ ദ ബ്രിട്ടീഷേഴ്സ് നെവർ കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം, ബട്ട് സം ഓഫ് ദി ഇന്ത്യൻ എക്കോണമിസ്റ്റ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ചില ഇന്ത്യൻ സമ്പത്ത് ശാസ്ത്രകാരന്മാരാണ് അതിന് തയ്യാറായത്. അപ്പൊ അവരെ പേരുകൾ ഏതൊക്കെയാന്നുള്ളത് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാദാഭായ് നവറോജി, ഒരു കാരണവശാലും മറന്നു പോകരുത് ദാദാഭായ് നവറോജിയുടെ പേര്. ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ വയോധികൻ എന്ന പേരിലൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും ഒക്കെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയൊക്കെ പിതാവെന്ന് നമ്മൾ ആരെ അറിയപ്പെടുന്നു? ദാദാഭായ് നവറോജി അറിയപ്പെടുന്നു. അടുത്ത ആരാണ്? വില്യം ഡിഗ്ബൈ, ഷിറാസ്, VKRV റാവു, RC ദേശായി തുടങ്ങിയ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രകാരന്മാരാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്ത് ചെയ്തത്, ആദ്യമായിട്ട് കണക്കാക്കിയത്. ഓക്കെ, ദ ബ്രിട്ടീഷേഴ്സ് അഡ്മിനിസ്ട്രേറ്റഡ് ഡിഫറെന്റ് ഏരിയാസ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഒരുപാട് മേഖലകളൊക്കെ ഭരിക്കുകയുണ്ടായി. ഒരുപാട് മേഖലയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഏരിയകളാണ് ഒന്ന് അഗ്രികൾച്ചർ. ഒന്നാമത്തെ പേരെന്തിനാണ്? അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ബ്രിട്ടീഷുകാരുടെ കുറേയധികം ഭരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ, ബ്രിട്ടീഷേഴ്സ് അഡ്മിനിസ്ട്രേറ്റഡ് ഡിഫറെന്റ് ഏരിയാസ്. ബ്രിട്ടീഷുകാർ വിവിധ മേഖലകളിലാണ് ഇന്ത്യ ഭരിച്ചത്. ആ മേഖലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മേഖലയുടെ പേര് എന്തിനാണ്? അഗ്രികൾച്ചർ. ഒന്നാമത്തെ മേഖലയുടെ പേര് അഗ്രികൾച്ചർ. ഇനി രണ്ടാമത്തെ പേര് ഇൻഡസ്ട്രി. ഞാനിവിടെ നോട്ട് ചെയ്തിട്ടില്ല, പറയാണ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് നോട്ട് ചെയ്ത് വെച്ചോണം. ഇൻഡസ്ട്രി എന്തിനാണ്? വ്യവസായം. അപ്പൊ ബ്രിട്ടീഷുകാർ ഭരിച്ച രണ്ടാമത്തെ മേഖല ഏതാണ്? ഇൻഡസ്ട്രി, വ്യവസായം. ഇനി മൂന്നാമത്തെ മേഖല, ബ്രിട്ടീഷുകാർ ഭരിച്ച മൂന്നാമത്തെ മേഖലയാണ് ഫോറിൻ ട്രേഡ്. ഇതിനാണ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ വിദേശ വ്യാപാരം. ഇതിനാണ് വിദേശ വ്യാപാരം. ഭരിച്ച മൂന്നാമത്തെ മേഖലയുടെ പേര് ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. ഒന്നാമത്തേതാണ് അഗ്രികൾച്ചർ, രണ്ട് ഇൻഡസ്ട്രി, വ്യവസായം, മൂന്ന് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ വിദേശ വ്യാപാരം. ഇനി നാലാമത്തെ പേര് ഡെമോഗ്രാഫിക് കണ്ടീഷൻ. ഇതിനാണ് ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യാസ്ഥിതി. എന്റെ മലയാളം ഇതാണ്, ജനസംഖ്യാസ്ഥിതി. ഇനി ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനമാണ്, ജനസംഖ്യയെ കുറിച്ചുള്ള പഠനമാണ്. അതിന്റെ പേരാണ് ഡെമോഗ്രാഫി. അപ്പൊ ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ ബ്രിട്ടീഷുകാരെ പ്രകാരമാണ് ഭരിച്ചത്. നമ്പർ 4. ഇനി അടുത്ത നമ്പർ 5, അഞ്ചാമത്തെ മേഖല എന്ന് പറയുന്നത് ഒക്കുപേഷണൽ സ്ട്രക്ചർ. അഞ്ചാമത്തെ ഏതാണ്? ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖല. ഇതിലാണ് ഒക്കുപേഷൻ, എന്തിനാണ്? തൊഴിൽ. അപ്പൊ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തൊഴിൽ ഘടന അല്ലെങ്കിൽ തൊഴിൽ മേഖല. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചത്? ഇനി ആറാമത്തെ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ. ഇതിനാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. അതായത് നമ്മൾ ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറയും, അടിസ്ഥാന സൗകര്യങ്ങൾ. ആ അടിസ്ഥാന സൗകര്യങ്ങൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ ഭരിച്ച പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഒന്നാമത്തെ പ്രധാനപ്പെട്ട മേഖല ഏതാണ്? അഗ്രികൾച്ചർ, കൃഷി. രണ്ട് ഇൻഡസ്ട്രി, വ്യവസായം. ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. പിന്നെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ജനസംഖ്യാസ്ഥിതി. അടുത്ത ഒക്കുപേഷണൽ സ്ട്രക്ചർ, തൊഴിൽ ഘടന. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. ആ മേഖലകളൊന്ന് കൂടെ പറയൂ. ഒന്നാമത്തേതാണ് അഗ്രികൾച്ചർ, രണ്ട് ഇൻഡസ്ട്രി, മൂന്ന് ഫോറിൻ ട്രേഡ്, നാല് ഡെമോഗ്രാഫിക് കണ്ടീഷൻ, അഞ്ച് ഒക്കുപേഷണൽ സ്ട്രക്ചർ. അഞ്ച് എന്തിനാണ്? ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ.
പിടികിട്ടിയോ? ഒന്നാമത്തെ കാർഷിക മേഖല, വ്യവസായ മേഖല, വിദേശ വ്യാപാരം, തൊഴിൽ മേഖല, ജനസംഖ്യാസ്ഥിതി, അടിസ്ഥാന സൗകര്യം. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം ആരെ കുറിച്ച് പറയുന്നു? അഗ്രികൾച്ചർ എന്ന് പറയുന്ന മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ തൊഴിൽ മേഖലയെ കുറിച്ച് പറയുന്നു. പറയട്ടെ. അപ്പൊ അതിൽ ഒന്നാമത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏത് മേഖലയ്ക്ക് പ്രാധാന്യമുള്ള രാജ്യമാണ് എന്ന് നമ്മൾ പണ്ട് മുതലേ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്. അഗ്രേറിയൻ എക്കോണമി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ആർക്കുള്ളത്? ഇന്ത്യക്ക് ഉള്ളത്. അപ്പൊ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞാൽ പ്രിഡോമിനന്റ്ലി ആൻ അഗ്രേറിയൻ എക്കോണമി. ഒന്നാമത്തെ സെന്റൻസ് അതാണ്. ഇന്ത്യ എങ്ങനെ ഉള്ളതാണ്? പ്രിഡോമിനന്റ്ലി അഗ്രേറിയൻ എക്കോണമി. പ്രിഡോമിനന്റ്ലി എന്ന് പറഞ്ഞാൽ മുഖ്യമായും അഗ്രേറിയൻ എക്കോണമി. അഗ്രേറിയൻ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയിലുള്ള രാജ്യമാണ്. അപ്പൊ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമാണ്? കാർഷിക മേഖലയിലുള്ള രാജ്യമാണ്. 85% ഓഫ് ദ പീപ്പിൾസ് ഡിപെൻഡ്സ് അപ്പോൺ അഗ്രികൾച്ചർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അപ്പൊ 85% ജനങ്ങളും ഏത് മേഖലയെ ആശ്രയിച്ചിരുന്നു? കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നു. വെറും 15% മാത്രമേ മറ്റു മേഖലയെ ഉപജീവന മാർഗമായിട്ട് എന്ത് ചെയ്തിരുന്നുള്ളൂ? കണ്ടിരുന്നുള്ളൂ. അപ്പൊ ഏകദേശം 85%-ഓളം ജനങ്ങളും ഏത് മേഖലയെ ആശ്രയിച്ചിരുന്നു? കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നു. 85% ഓഫ് പീപ്പിൾസ് ഡിപെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. പിടികിട്ടിയോ? അടുത്തത്, ബട്ട് ദ ബ്രിട്ടീഷേഴ്സ് ഫോളോഡ് ദ പോളിസി ഓഫ് സ്റ്റാഗ്നേഷൻ. അപ്പൊ ബ്രിട്ടീഷുകാര് ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ അവരുടെ ഉപജീവന മാർഗമാക്കി കണ്ടുകൊണ്ടിരുന്നപ്പോ ബ്രിട്ടീഷുകാർ അവിടെ ഫോളോ ചെയ്തിരുന്ന പോളിസി എന്താണ്? ദ ബ്രിട്ടീഷേഴ്സ് ഫോളോഡ് ദ പോളിസി ഓഫ് സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ തകർച്ച അല്ലെങ്കിൽ മന്ദത എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ കാർഷിക മേഖലയെ തകർക്കുന്ന നയമാണ് ആര് ഫോളോ ചെയ്തിരുന്നത്? ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്നത്. പിടികിട്ടിയോ? നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യ പ്രധാനമായിട്ടും കാർഷിക മേഖലയിലുള്ള രാജ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും കാർഷിക മേഖലയാണ് അവരുടെ ഉപജീവന മാർഗമായി കണ്ടത്. പക്ഷേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നു? ഫോളോഡ് ദ പോളിസി ഓഫ് സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് കൃഷിയെ തകർക്കുന്ന നയമാണ് ആര് ഫോളോ ചെയ്തിരുന്നത്? ബ്രിട്ടീഷുകാര് ഫോളോ ചെയ്തിരുന്നത്. ഇനി ആ കൃഷിയെ തകർക്കുന്ന നയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് റീസൺ ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ അപ്പൊ സ്റ്റാഗ്നേഷൻ ഉള്ള അല്ലെങ്കിൽ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീസൺ ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമായ കാരണങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ പോയിന്റ് നമുക്ക് പറയാമല്ലോ. ഒന്നാമത്തെ പോയിന്റ് ആണ്, ആ പോയിന്റ് നന്നായിട്ട് പഠിച്ചോളൂ. ഒന്നാമത്തെ പോയിന്റ് ആണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്. പോയിന്റിന്റെ പേര് ഇതാണ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഭൂനികുതി വ്യവസ്ഥയുടെ ചൂഷണപരമായ വ്യവസ്ഥ അല്ലെങ്കിൽ ചൂഷണപരമായ ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിനാണ് പോയിന്റിന്റെ പേര്, ചൂഷണപരമായ ഭൂനികുതി വ്യവസ്ഥ. ഒന്നാമത്തെ പോയിന്റ് കുറിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചൂഷണപരമായ ഭൂനികുതി വ്യവസ്ഥ. രണ്ടാമത്തെ ലാക്ക് ഓഫ് ടെക്നോളജി. ടെക്നോളജി എന്തിനാണ്? സാങ്കേതിക വിദ്യ. ഇപ്പൊ കൃഷിക്ക് സാങ്കേതിക വിദ്യ വേണ്ടേ? ഇപ്പൊ പമ്പ് സെറ്റുകൾ ഒക്കെ ഉപയോഗിച്ച് വാട്ടർ അല്ലെങ്കിൽ വെള്ളമൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ കൃഷിക്ക് ട്രാക്ടറുകളും മറ്റും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, കൊയ്യുന്നതിന് മെഷീൻ, വിതയ്ക്കുന്നതിന് മെഷീൻ, അങ്ങനെ ജോലി ഭാരങ്ങൾ കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ടെക്നോളജിയെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ടെക്നോളജി ഇല്ലായിരുന്നു. ലാക്ക് ഓഫ് ടെക്നോളജി. ലാക്ക് മീൻസ് അഭാവം അല്ലെങ്കിൽ കുറവ്. ലാക്ക് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ കുറവ്. അടുത്തെന്താണ്? ലാക്ക് ഓഫ് ഇറിഗേഷണൽ ഫെസിലിറ്റീസ്. ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലസേചന സൗകര്യം. ഇറിഗേഷൻ മീൻസ് ജലസേചന സൗകര്യം. അപ്പൊ ജലസേചന സൗകര്യത്തിന് എന്ത് വേണം? ഡാമുകളും മറ്റ് വലിയ വലിയ ഡാമുകളും ഒക്കെ നിർമ്മിക്കപ്പെടേണ്ട കാര്യമുണ്ട്. അപ്പൊ ഡാമുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ കനാലുകളൊക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരുപാട് പൈസയൊക്കെ ആര് ചെലവാക്കണം? ബ്രിട്ടീഷുകാർ ചെലവാക്കണം. അപ്പൊ ബ്രിട്ടീഷുകാർ ആലോചിച്ചു, ഇതൊക്കെ ഇന്ത്യയിൽ ചെലവാക്കിയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം ആർക്കില്ല, ബ്രിട്ടീഷുകാർക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തില്ല, അവരെന്ത് ചെയ്തിരുന്നില്ല, ഇറിഗേഷൻ ഫെസിലിറ്റീസിനൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പൊ ഇറിഗേഷൻ ഇല്ലാതെ വല്ല രക്ഷയുണ്ടാ? ജലസേചന സൗകര്യമില്ലാതെ വല്ല രക്ഷയുണ്ടാ? ഒരു രക്ഷയില്ല. അപ്പൊ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമായിട്ട് വന്നു. അപ്പൊ ലാക്ക് ഓഫ് ഇറിഗേഷണൽ ഫെസിലിറ്റീസ്. അടുത്ത ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസസ്.
വളങ്ങൾ ഉപയോഗിച്ചില്ല. ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസസ്, വളങ്ങൾ ഉപയോഗിക്കാത്തത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. കൃഷി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്ലാന്റ് നമ്മൾ നട്ടിട്ട് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പൊ നല്ല രീതിയിൽ വളർന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളായിട്ട് എന്ത് ചെയ്യണം? വളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പൊ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി വേണം. അങ്ങനെയുള്ള ഇൻഡസ്ട്രികൾ സ്ഥാപിക്കണം. അതൊന്നും സ്ഥാപിക്കാൻ ആര് തയ്യാറായില്ല? ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. അപ്പൊ 4ാമത്തെ പോയിന്റ് ഏതാണ്? ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസസ്, ഫെർട്ടിലൈസറിന്റെ അഭാവം ഒരു പ്രധാനപ്പെട്ട ഘടകമായി വന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കേസ് പറയുന്നതാണ് 5ാമത്തെ പറയുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് 5ാമത്തത്. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. പോയിന്റ് എന്താണ്? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം. അതെന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തില് ദ ലാർജ് ഇന്ത്യൻ ഫാർമേഴ്സ് ടേൺ ഫുഡ് ക്രോപ്പ്, അതായത് ഫ്രം ഫുഡ് ക്രോപ്പ് ടു ക്യാഷ് ക്രോപ്പ്. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തില് വലിയൊരു വിഭാഗം ഇന്ത്യക്കാര് ഭക്ഷ്യസാധനത്തിൽ നിന്നും നാണ്യ വിളകളിലേക്ക്, അല്ലെങ്കിൽ ഭക്ഷ്യവിളയിൽ നിന്നും, ഫുഡ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവിള, കഴിക്കാനുള്ള വിളകൾ, അപ്പൊ അങ്ങനെയുള്ള വിളകളിൽ നിന്നും ക്യാഷ് ക്രോപ്പിലേക്ക് അല്ലെങ്കിൽ നാണ്യ വിളയിലേക്ക് ബ്രിട്ടീഷുകാർ മാറി. ഈ മാറ്റത്തെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കും. ദ ലാർജ് ഇന്ത്യൻ ഫാർമേഴ്സ് ടേൺ ദ ഫുഡ് ക്രോപ്പ് ഇൻടു ക്യാഷ് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ടേമിന്റെ പദം എന്ന്, ആ പദത്തിന് പറയുന്ന പേരെന്താണ്? അപ്പൊ അവിടെ എഴുതി കൊടുക്കേണ്ടതാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അപ്പൊ ദ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് ഈസ് ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. അപ്പൊ ഇന്ത്യൻ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ 5 പോയിന്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ 5 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ്. സ്റ്റാഗ്നേറ്റീവ് റീസൺസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ്. 1, എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്. പറഞ്ഞ് നന്നായിട്ട് പഠിച്ചു വെച്ചോളുക, ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. 2, ലാക്ക് ഓഫ് ടെക്നോളജി, ലാക്ക് ഓഫ് ഇറിഗേഷണൽ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ലോ ലെവൽ എന്ന് പറഞ്ഞാലും മതി. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ താഴ്ന്ന നിലയിൽ, ലാക്ക് എന്ന് പറഞ്ഞാൽ അഭാവം അല്ലെങ്കിൽ ആബ്സെന്റ്, ഏതൊക്കെ ഉപയോഗിച്ചാലും മതി. അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി എന്ന് പറഞ്ഞാലും മതി. ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ, അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതില് വലിയ രീതിയിലുള്ള മെച്ചപ്പെടലെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അടുത്ത ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസസ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഒന്നുകൂടെ പറയാൻ മതി. അപ്പൊ നമ്മൾ എന്താണെന്ന് പറഞ്ഞത്? 10 objectives of Britishers: collect raw materials from India into the market for British manufactured goods. 2 മാർക്കിന് നോട്ടീസ്. അടുത്ത പറഞ്ഞു, ബ്രിട്ടീഷുകാര് നെവർ കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും കണക്കാക്കിയിരുന്നില്ല. അത് കണക്കാക്കിയ സാമ്പത്തിക ശാസ്ത്രകാരന്മാരാരും അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബൈ, ഷിറാസ്, VKRV റാവു, RC ദേശായി. ഇവരെല്ലാം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രകാരന്മാരാണ്. ഓക്കെ. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഒരുപാട് മേഖലകൾ ഭരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മൾ 1ാമത്തെ മേഖല. ഓരോ മേഖലയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൽ 1ാമത്തെ മേഖല ഏത് നമ്മൾ പറഞ്ഞു? അഗ്രികൾച്ചർ, കൃഷി. 2ാമത്തെ മേഖലയുടെ പേര് ഇൻഡസ്ട്രി, വ്യവസായം. 3, ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. 4, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ജനസംഖ്യാസ്ഥിതി. 5, ഏതാണ്? ഒക്കുപേഷണൽ സ്ട്രക്ചർ, തൊഴിൽ ഘടന. 6, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം. അതിൽ നമ്മൾ ആദ്യം ആരെ കുറിച്ച് പറയുന്നു? അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി, കാർഷികം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമാണ്? ഇന്ത്യ പ്രിഡോമിനന്റ്ലി ആൻ അഗ്രേറിയൻ എക്കോണമി. ഇതിന്റെ പോയിന്റുകൾ ഇതാണ്. ഇന്ത്യ പ്രിഡോമിനന്റ്ലി ആൻ അഗ്രേറിയൻ എക്കോണമി. ഇന്ത്യ പൂർണ്ണമായിട്ടും എങ്ങനെയുള്ള രാജ്യമാണ്? അഗ്രേറിയൻ എക്കോണമിയാണ്. അഗ്രേറിയൻ എക്കോണമി എന്ന് പറഞ്ഞാൽ കൃഷിക്ക് പേര് കിട്ട രാജ്യമാണ്. അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങളും ഏത് മേഖലയെ ആശ്രയിച്ചു? കൃഷിയെ ആശ്രയിച്ചു. 85% ഓഫ് പീപ്പിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ അഗ്രികൾച്ചർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതില് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്ന പോളിസി എന്തിനാണ്? ദ ബ്രിട്ടീഷേഴ്സ് ഫോളോഡ് ദ പോളിസി ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ, ദാറ്റ് ഈസ് ദ സ്റ്റാഗ്നേഷൻ. ഈ പദം മറന്നു പോകരുത്. സ്റ്റാഗ്നേഷൻ. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ തകർച്ച. തകർച്ചയുടെ ഒരു സമീപന രീതിയാണ് ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്നത്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ തകർച്ച ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്. എക്സ്പ്ലോയിറ്റേറ്റീവ്, ചൂഷണം. എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ വിസ്ഫോടനം. അപ്പൊ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ചൂഷണപരമായിട്ടുള്ള ഭൂനികുതി സമ്പ്രദായം.
അടുത്തതോ ലാക്ക് ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചില്ല. ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ കാര്യമായിട്ട് ഉപയോഗിച്ചില്ല. ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസസ്, വളങ്ങൾ കാര്യമായി ഉപയോഗിച്ചില്ല. ദ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. ആ ടേം നന്നായിട്ട് പഠിച്ചിടണം. അതായത് വലിയൊരു വിഭാഗം ഇന്ത്യൻ കർഷകർ ഫുഡ് ക്രോപ്പിൽ നിന്നും ക്യാഷ് ക്രോപ്പിലേക്ക് ഉള്ള ആ മാറ്റത്തെ വിളിച്ച പേരാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ സ്റ്റാഗ്നേഷന് കാരണമായിട്ടുള്ള റീസൺസുകൾ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറില് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്, ചൂഷണപരമായ ഭൂനികുതി സമ്പ്രദായം. ലാക്ക് ഓഫ് ടെക്നോളജി, ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ലാക്ക് ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യയിലുള്ള കുറവ്, ജലസേചന സൗകര്യത്തിലുള്ള കുറവ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഫെർട്ടിലൈസേഴ്സ് യൂസസ്, വളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലുണ്ടാകുന്ന കുറവ്, പിന്നെ കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. അടുത്തതിലോട്ട് പോവാം. അടുത്ത കാര്യം കൂടെ പറയട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ സ്റ്റാഗ്നേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഏതെന്ന് പറഞ്ഞ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റില് ആ ലാൻഡ് സെറ്റിൽമെന്റ് ഏതൊക്കെ രീതിയിലാണ് എക്സ്പ്ലോഷൻ നടന്നിരുന്നത് എന്നുള്ളതാണ്, എക്സ്പ്ലോയിറ്റേഷൻ നടന്നിരുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അപ്പൊ ആ ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ആ ലാൻഡ് സെറ്റിൽമെന്റിൽ ഒരുപാട് ഫോംസുകളുണ്ട്. ലാൻഡ് സെറ്റിൽമെന്റിന് ഒരുപാട് ഫോംസുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫോംസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 3 ഫോംസിൽ പരീക്ഷയ്ക്ക് ചോദിക്കുമെങ്കിൽ ആദ്യം പറയുന്ന ഒരു കേസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ആ 3 ഫോംസുകളുടെ പേരുകൾ ഞാനിവിടെ പറയാം. ലാൻഡ് സെറ്റിൽമെന്റിന്റെ ഡിഫറന്റ് ഫോംസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഫോംസിനെ പറയുന്ന പേരാണ് സെമീന്ദാരി സിസ്റ്റം. ഇവരാണ് ജമീന്ദാരി. സെമീന്ദാരി സിസ്റ്റം. ഒന്നാമത്തെ പേരെന്തിനാണ്? സെമീന്ദാരി സിസ്റ്റം. രണ്ടാമത്തെ പേര് റൈറ്റ് വാരി സിസ്റ്റം. റൈറ്റ് വാരി സിസ്റ്റം, RYOT, റൈറ്റ് വാരി സിസ്റ്റം. അടുത്തത് മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം. അപ്പൊ പ്രധാനപ്പെട്ട ലാൻഡ് റിഫോംസിന്റെ, ലാൻഡ് സെറ്റിൽമെന്റിന്റെ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലാൻഡ് സെറ്റിൽമെന്റിന്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? സെമീന്ദാരി, റൈറ്റ് വാരി, മഹൽവാരി. അപ്പൊ ഇതാണ് 3 പ്രധാനപ്പെട്ട സിസ്റ്റംസുകൾ എന്ന് പറയുന്നത്. ഇനി ഇതില് പ്രധാനമായിട്ടും ചോദിക്കുമെങ്കിൽ സെമീന്ദാരി സിസ്റ്റമാണ് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുന്ന. സെമീന്ദാർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദി അൾട്ടിമേറ്റ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. അതായത് ലാൻഡിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് ആരാണ്? സെമീന്ദാരി സിസ്റ്റമാണ്. അപ്പൊ അവരുടെ കീഴിൽ ഒരുപാട് ഭൂമി ഉണ്ടാവും. അപ്പൊ ആ ഭൂമിയിൽ പണിയെടുക്കുക എന്നുള്ളതാണ് ഫാർമേഴ്സിന്റെ ജോലി. അപ്പൊ ഫാർമേഴ്സ് അവർ പണിയെടുക്കുമ്പോൾ പണിയൊക്കെ എടുത്ത് വിളകളൊക്കെ വിളയിച്ച് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ വിഹിതം ആർക്ക് കൊടുക്കും? ഫാർമേഴ്സിന് കൊടുക്കും. അപ്പൊ ലാൻഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആരുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ചെയ്തിരുന്നത്? സെമീന്ദാർമാരുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ലാൻഡിലൊക്കെ അമിതമായ നികുതിയും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന സന്ദർഭത്തില് കൂടുതൽ സമ്മർദ്ദത്തിലാവാനും ഫാർമേഴ്സും അവരൊക്കെ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും അവര് ഈ സെമീന്ദാർമാർക്കെതിരെ തിരിയുകയും സെമീന്ദാർമാരെ തിരിച്ചെന്ത് ചെയ്യുകയും ചെയ്യും? ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടെ വെറുപ്പുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതാണ് ഈ സെമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. സെമീന്ദാരി സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമീന്ദാർസ് ആർ ദ അൾട്ടിമേറ്റ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. അതാണ്. അപ്പൊ അതുകൊണ്ട് ഫാർമേഴ്സിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മിസറീസുകൾ ഉണ്ടായി. മിസറി എന്തിനാണ്? ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. ഫാർമേഴ്സിന് ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ജമീന്ദാരി സിസ്റ്റം ബംഗാൾ പ്രസിഡൻസിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയാണ്? ബംഗാൾ. അപ്പൊ ജമീന്ദാരി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ബ്രിട്ടീഷേഴ്സ് ഇൻ ദി ബംഗാൾ പ്രസിഡൻസി. അപ്പൊ ബംഗാൾ പ്രസിഡൻസിയിലാണ് ബ്രിട്ടീഷുകാർ സെമീന്ദാരി എന്ന് പറയുന്ന വ്യവസ്ഥ ഫോളോ ചെയ്തത്. ഇത്രയും കാര്യം കൂടെ അവിടെ ഓർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പൊ ഏതൊക്കെയാണ്? എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റിനകത്ത് വരുന്ന 3 പ്രധാനപ്പെട്ട സിസ്റ്റംസുകളാണ്. ഒന്ന് സെമീന്ദാരി, റൈറ്റ് വാരി, മഹൽവാരി.
അതിലേറ്റവും പ്രധാനപ്പെട്ട സെമീന്ദാരിയാണ്. സെമീന്ദാരീസ് ആർ ദ അൾട്ടിമേറ്റ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ആ പോയിന്റ് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ബംഗാൾ പ്രസിഡൻസിയിലാണ് ബ്രിട്ടീഷുകാർ ഈ നിയമം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫാർമേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഫാർമേഴ്സ് ഫേസസ് മിസറീസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങളാണ് എന്ത് ചെയ്തത്, എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റിലേക്ക് വഴിതിരിച്ചിട്ട് കാര്യം. അത്ര മാത്രമേ അവിടെ. അപ്പൊ അഗ്രികൾച്ചർ സെക്ടർ ഓക്കെയാണ്. അഗ്രികൾച്ചർ സെക്ടറിൽ ഇത്രയും പോയിന്റുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ. ഇനി അടുത്ത നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലും കൂടെ